പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത്, ഈ മണ്ഡലത്തിൽ 43% ക്രിസ്ത്യൻ വോട്ടാണ്. ആ ക്രിസ്ത്യൻ വോട്ട് നിങ്ങൾ ചോദിക്കാനായി ചെല്ലുമ്പോൾ അവർ മണിപ്പൂർ എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ആ പരിസരത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റൂ? കേരളത്തിലെ ചാനലുകാര് നിങ്ങളുടെ പ്രധാനമന്ത്രി അരുൺകുമാർ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, കത്തോലിക്ക സഭയുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ചാനലുകാരോ അല്ല, മറിച്ച് കർദിനാൾ, ഓഷ്വാഡ്, അതുപോലെ സമുന്നതരായ മാർപ്പാപ്പ, അങ്ങനെയുള്ള ആളുകളാണ്. എന്താണ് ഡൽഹിയിലെ കർദിനാൾ പറഞ്ഞത് മണിപ്പൂർ വിഷയത്തിൽ? ഓഷ്വാഡ് പറഞ്ഞത് എന്താണെന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. മണിപ്പൂരിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ BJP ആണോ അവിടെ നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. വംശീയ കലാപം നടക്കുന്ന ഒരു പ്രദേശമാണ് മണിപ്പൂർ. അത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ വംശീയ കലാപത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം ആരാധനാലയങ്ങൾ എങ്ങനെ അഗ്നിക്കിരയാവുന്നു നിങ്ങളോടാ പറഞ്ഞത്? നമ്മൾ തന്നെയാണ് കണ്ടത്. 567 പള്ളികളാണ് തകർക്കപ്പെട്ടത്. 567 ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ട അവിടെ 260 പള്ളികൾ നശിപ്പിക്കപ്പെട്ടു. ആരാ ഭരിക്കുന്നത്? നിങ്ങൾ അവിടെ ആരാ ഭരിക്കുന്നത്? നിങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ പേരെന്താ? മാധ്യമങ്ങളുടെ പേരിൽ കേരളത്തിൽ കുറെ നാളുകളായിട്ട് ഈ മണിപ്പൂരിനെ ഉപയോഗിച്ചുകൊണ്ട് BJPക്കെതിരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ പ്രചരണം നടത്തുന്നുണ്ട്. ഞങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രി നോക്കൂ, ഒറ്റ കാര്യമുള്ള ശശികുമാർ, ഞാൻ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. എങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി ബിഷപ്പുമാരും നമുക്ക് പറയാൻ അധികാരമുണ്ട്. മണിപ്പൂരിൽ കലാപമുണ്ടെങ്കിൽ മണിപ്പൂരിലെ സ്ത്രീ നോക്കൂ ശശികുമാർ, മണിപ്പൂരിലെ സ്ത്രീ നഗ്നരാക്കപ്പെട്ട് തെരുവിലൂടെ 2024 തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം 400-ലധികം സീറ്റോട് കൂടി അധികാരത്തിൽ വരും രാജ്യത്ത്. ഇതേ അരുൺകുമാറും ഇതേ റിപ്പോർട്ടർ ചാനലും ഇതേ കേരളത്തിലെ മാധ്യമങ്ങളും BJPക്കെതിരെ അധികാരത്തിൽ വരുമെന്ന് പ്രചരിപ്പിച്ചവരാണ്. ആ 2019 ഒറ്റയ്ക്ക് കേവല അതുകൊണ്ട് മണിപ്പൂർ എന്ന് പറയുന്ന അരുൺകുമാറെ ഭയപ്പെടുത്താൻ നോക്കണ്ട. ഈ രാജ്യത്ത് BJP ഉയർത്തുന്ന മുദ്രാവാക്യം വികസനമാണ്. ശരി, എന്റെ ചോദ്യം കേൾക്കൂ. നിങ്ങൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തത് എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? അത് അരുൺകുമാർ ചോദിക്കും, ജനങ്ങൾ ചോദിക്കില്ല. അവരെന്താ ചോദിക്കുന്നത്? അവര് ചോദിക്കുന്നത് വികസനമാണ്. അവർക്ക് കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നു, അവർക്ക് വൈദ്യുതി ലഭിക്കുന്നു, അവർക്ക് കുടിവെള്ളം ലഭിക്കുന്നു, പ്രധാനമന്ത്രി ജൽ ജീവൻ മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയുടെ ഗ്യാസ് കണക്ഷൻ പാവപ്പെട്ടവർക്ക് ലഭ്യമാകുന്നു. 2024 അരുൺകുമാറെ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തിന്റെ പ്രത്യേകതയുണ്ട്. കോട്ടയത്ത് 2004 ആവർത്തിക്കും. എന്താണ്? PC തോമസ് വന്ന പോലെ കോട്ടയത്തിന് വേണ്ടത് MP ആണോ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണോ എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണോ എന്നൊരു സംശയം ചോദിക്കട്ടെ. കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ 20 കേന്ദ്രമന്ത്രിമാരും. കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സൂചിപ്പിക്കുമ്പോ കേരളത്തിൽ നിലവിൽ കുറച്ച് കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ, അവരെന്തു ചെയ്തു കേരളത്തിന് എന്ന് ചോദ്യത്തിന് പ്രസക്തിയില്ലേ? കേരളത്തിലെ BJPയുടെ പ്രധാനപ്പെട്ട ആയിക്കോട്ടെ, BJPയുടെ സ്വന്തം നേതാക്കന്മാർ മന്ത്രിമാരല്ലേ? മന്ത്രിസ്ഥാനം ലഭിക്കാൻ പോകുന്നതാണ്. പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ അന്ന് PC തോമസിനെ വിജയിപ്പിച്ചു. പാലായും ഭൂരിപക്ഷം കൊടുത്തു. എന്തുകൊണ്ട്? എന്താന്ന് പറഞ്ഞത്? കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് ചോദിച്ചത്. പക്ഷേ എന്താണ് ഉണ്ടായത്? ജനങ്ങൾ വിധിയെഴുതി. അപ്പൊ അന്ന് അരുൺകുമാറെ, അന്ന് BJPക്ക് 6% വോട്ടുള്ളപ്പോഴാണ് 2004 PC തോമസ് NDAയുടെ സ്ഥാനാർത്ഥിയായി മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കുന്നത്. ഇന്ന് 16% വോട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് വോട്ട് ചോദിക്കുന്നത്. കർഷകർ വിധി എഴുതുന്ന ഒരു മണ്ണുകൂടിയാണല്ലോ കോട്ടയം. അപ്പൊ നിങ്ങൾ കർഷകർക്ക് വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ സ്വീകരിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ കാർഷിക വിരുദ്ധം. ഇപ്പൊ അരുൺകുമാറിനെ പാലാഴി ടയേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം KM മാണിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ സഹകരണ ബാങ്കുകളെ കൊള്ളയടിച്ചുകൊണ്ട് ഒരെണ്ണം കൊണ്ടുവന്നു. അവിടെ ഒരു ട്രിപ്പിൾ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. എത്ര കോടി രൂപയാണ് MRM PCS കോടിക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് പോയി. അവിടുത്തെ ചെയർമാനായിരുന്ന MP ആയിട്ടുള്ള മുൻ രാജ്യസഭാംഗമായിട്ടുള്ള ജോയി നടുക്കര, അതുപോലെ ഈ പാലായിലെ സഹകരണ ബാങ്കുകൾ, വലവൂർ സർവീസ് സഹകരണ ബാങ്ക്,
നമ്മുടെ കിഴതടി നമ്മുടെ കർഷകരുടെ കാര്യം പറയുമ്പോൾ സഹകരണ ബാങ്കുകളല്ലേ? എന്റെ ചോദ്യം ഇതാ. നോക്കൂ, കേരള കോൺഗ്രസ് കർഷക സമരത്തിനെതിരെ നിങ്ങൾ സ്വീകരിച്ച നിലപാടടക്കം ചർച്ച ചെയ്യപ്പെടും. എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്. കർഷക സമരം ഇപ്പൊ എവിടെയാണ്? എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്. സമരം ഇപ്പൊ എവിടെയാണ് നടക്കുന്നത്? മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കർഷക സമരം എവിടെയാണ് നടക്കുന്നത്? കർഷക സമരം അവസാനിച്ചു. എന്താണ് കർഷക സമരം അവസാനിച്ചു? എന്തുകൊണ്ടാണ്? നിങ്ങൾ 3 ബില്ലുകൾ പിൻവലിച്ചു. ആദ്യമായി നരേന്ദ്രമോദി മുട്ടുമടക്കി. ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ പോയപ്പോൾ കർഷക സമരം അവസാനിച്ചു. കേൾക്കാനില്ലല്ലോ. അരുൺകുമാർ ഡൽഹിക്ക് ഒന്ന് പോകും. കേരളത്തിലെ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ്, കിസാൻ സമ്മാൻ നിധി എല്ലാം ഏർപ്പെടുത്തിയ ഗവൺമെന്റ് ആരാ? അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്നു. പെൻഷൻ കിട്ടുന്നില്ല. പെൻഷൻ കൊടുക്കാൻ